എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ മക്കൾ വരുന്നെന്ന്. അപ്പം കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം സുൽത്താനാണെങ്കിൽ വർക്ക് അറ്റ് ഹോം ആണ് കേട്ടോ. അപ്പോൾ റിച്ചുവിന് ലീവ് ഉണ്ട്, പിന്നെ അവൻ ഫുൾ ലീവ് എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് മസാലപ്പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ചേർത്ത് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയത്തില്ലേ, എന്ത് ഭക്ഷണമാണെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്യുന്നതാണെങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുൻപ് മാത്രമേ ഫ്രൈ ആക്കി എടുക്കത്തുള്ളൂ. അപ്പം ഇന്നിപ്പം പിള്ളേരൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം കിച്ചണിലേക്ക് വന്നിട്ട് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനായിട്ട്. അപ്പം ഇന്നലെ വൈകുന്നേരം അവർ ബസ് കയറിയതാണ്. അപ്പം ഇന്ന് രാവിലെ ഒരു 8 മണിക്കൊക്കെ ഇൻഷാല്ലാ എത്തും എന്നാണ് ഇന്നലെ പറഞ്ഞത്. അപ്പം ഇനി കറക്റ്റ് ടൈമിൽ എത്തോ ഇല്ലേ എന്നുള്ളതൊന്നും അറിയത്തില്ല. ഞാൻ അവനെ ഫോൺ ചെയ്ത് ചോദിക്കാനും പോയില്ല, കാരണം ഉറക്കമാണെങ്കിലേ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടിക്കണത് ശരിയല്ലല്ലോ. അവർ ഉറക്കം എഴുന്നേൽക്കുമ്പം എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കും, അപ്പോൾ പറയും ഏത് സമയത്ത് ഇവിടെ എത്തും എന്നുള്ളത്. അപ്പം പിള്ളേരൊക്കെ വരുന്നതെന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടാ. എനർജി ഇല്ലെങ്കിലും എവിടെ നിന്നൊക്കെയോ എനർജി സംഭരിക്കുന്നതായിട്ടൊക്കെ തോന്നും. അപ്പോൾ അവർക്ക് പലഹാരം ഉണ്ടാക്കാം എന്ന് എഴുതിയിട്ട് ഞാൻ വിചാരിച്ച് ഇന്നിപ്പം ഇടിയപ്പം ഉണ്ടാക്കാമെന്ന്. പിന്നെ ഇതിൻ്റെ ഇടയിലൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാബിമോളുടെ പല്ലുവേദനയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവൾ വേദന എടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്കാണ് വേദന അനുഭവപ്പെടുന്നത്. ശരി, പല്ലുവേദന എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇതാണല്ലോ. അപ്പം അതൊരു വേദന തന്നെയാണ്. അപ്പം എന്താ ഞാൻ ഇടിയപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് കുഴച്ചെടുത്തേട്ടോ. അപ്പം ഇപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ഇടിയപ്പം മേക്കർ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ കൈക്ക് വലിയൊരു ബലമൊന്നും കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ നമ്മൾ വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉള്ള, അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജോലി കൂടുതലാണ്. കാരണം എല്ലാവർക്കും ഒരേപോലെ എല്ലാം എത്തിക്കണ്ടേ. പിന്നെ അത് കുറച്ച് പണി കൂടുതലാണ്. പിന്നെ കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പുറത്തുനിന്നൊന്നും ഞാൻ ആരെയും വിളിച്ചിട്ട് അടുക്കളയിലേക്ക് കയറ്റത്തില്ല. എനിക്കത് ഇഷ്ടമില്ല കേട്ടോ. എന്നെപ്പോലെയുള്ളവരും ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണത് തന്നെ എല്ലാവരും കഴിക്കണം എന്നുള്ള ആ ഒരു രീതിയുള്ളത് കൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കും. കണ്ട എൻ്റെ ഇടിയപ്പം മേക്കർ എനിക്ക് വളരെ ഉപകാരമാണ് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് പലരും ചോദിക്കും ഇത് ഏതാണെന്ന്. ഇത് ഐബെല്ലിൻ്റെ ആണ് കേട്ടോ. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിന് 100 മാർക്കും കൊടുക്കും. അത്ര എനിക്ക് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ സുലുവിനെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സുലു പറഞ്ഞു ഇനി 1 മണിക്കൂർ എടുക്കും എത്താനായിട്ടെന്ന് പറഞ്ഞു. പിന്നെ രാവിലെ ആയതുകൊണ്ട് ഈ ബസ്സുകാരൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ എന്ന് പറഞ്ഞാലും അവർ ടടപടയെന്നും പറഞ്ഞിട്ട് എത്തിക്കും. അതാണ് ഒരു ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇടിയപ്പമൊക്കെ ഞാൻ ഇങ്ങനെ തട്ടുകളിലേക്ക് എടുത്തു വെച്ചു. ഞാൻ ഇങ്ങനെ ഉള്ളപ്പോഴാണ് വലിയ തട്ട് ഉപയോഗിക്കണത്. അപ്പോൾ 2 തട്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രാവിലെ ഉള്ളത് മിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തേക്കും എടുക്കാമല്ലോ. പിന്നെ ഞാൻ ഇവരൊക്കെ ഉള്ളപ്പോഴാണ് എൻ്റെ ഈ ഒരു കാസറോൾ എടുക്കണത് കേട്ടോ. വലിയ കാസറോളൊക്കെ എൻ്റെ കയ്യിലുള്ളത്. ഇവിടെ അംഗങ്ങൾ കൂടി നിൽക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ കഴുകി തുടച്ചൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇനിയിപ്പം അടുത്ത് അതവിടെ റെഡിയാവുന്ന നേരം കൊണ്ട് കറി ഉണ്ടാക്കിയെടുക്കാന്നേ. അപ്പം ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ വെച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ നമ്മളുടെ ഉലുവ ഉണ്ടല്ലോ, മുഴുവനെയുള്ള ഉലുവയൊക്കെ ഒന്ന് പൊട്ടിച്ച ശേഷം സവാള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാള ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഇതുപോലെ ഇവിടെ നമ്മളുടെ സുൽത്താനും റിസ്വാനും ഒക്കെ ആണെങ്കിലുണ്ടല്ലോ ചിക്കനാണ് ഇഷ്ടം കേട്ടോ, ചിക്കൻ കറി. ഇപ്പോൾ അവരവിടെ സുൽത്താൻ അങ്ങനെ ചിക്കനൊന്നും വാങ്ങിക്കാറില്ല എന്ന് പറഞ്ഞു. കാരണം ഇപ്പോൾ എന്തോ അവൻ അവിടെ വാങ്ങിച്ചുണ്ടാക്കുന്നതൊന്നും വലിയ ഇഷ്ടമില്ലാന്ന്. അപ്പം ഇതിലേക്ക് നമുക്ക് പച്ചമുളകൊന്ന് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കണതേ. നമ്മൾ ഇതുപോലെ ചതച്ചിട്ടൊക്കെ എടുക്കുമ്പം നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പിള്ളേരൊക്കെ വീട്ടിൽ വരുന്ന സമയത്തല്ലേ അവർക്കൊക്കെ ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പം അവർ തന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ജോലിയുടെ ഇടയിലാണ് അവർ ഓരോന്നും ഉണ്ടാക്കണത്. ഇപ്പോൾ റിസ്വാൻ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അവന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഓഫീസിൽ നിന്ന് തന്നെ കിട്ടും. അപ്പം അത് നല്ല രീതിക്കുള്ള ഫുഡാണെന്നാണ് അവൻ പറയണത്. പിന്നെ ഡിന്നർ മാത്രമേ ഉള്ളൂ. ഡിന്നർ അവൻ സത്യം പറഞ്ഞാൽ അവൻ എന്തെങ്കിലും ഉടായ്പ് കാണിക്കുകയാണ് ചെയ്യണത് കേട്ടോ. പക്ഷെ സുൽത്താൻ അങ്ങനെയല്ല, സുൽത്താൻ എല്ലാം കുക്ക് ചെയ്ത് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് മസാല പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കണേ. അപ്പം ഞാൻ ഒരു ബൗളിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, എൻ്റെ മുളക് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പം നല്ല കളറുള്ള മുളകായിരുന്നു കേട്ടോ ഇപ്രാവശ്യം പൊടിച്ചെടുത്തത്. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇനി ഒന്ന് കലക്കിയെടുക്കും കേട്ടോ. അപ്പം നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ വരും. നമ്മൾ ഡയറക്റ്റ് പൊടി ചേർക്കുന്നതിൽ നിന്നും ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അത് തിളച്ച വെള്ളം തന്നെ ചേർക്കണം കേട്ടോ.
കറിക്ക് നല്ല ഒരു കൊഴുകൊഴുപ്പ് കിട്ടും, നല്ല കുറുക്കം കിട്ടും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണേ. അപ്പം മിക്സിയിൽ അരയ്ക്കുന്നതിന് പകരം ഈ ഒരു രീതിയിൽ എടുക്കുന്ന എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കിതായി ഈ മസാല കലക്കിയത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. അപ്പോൾ ഈ ഒരു മസാലയ്ക്കൊപ്പം ഞാൻ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഒരുപാട് തക്കാളിയൊന്നും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. എന്നിട്ട് നമുക്കിതാ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ മസാല ഇവിടെ ഇരുന്നൊന്ന് വെന്തോട്ടെ കേട്ടോ. ആ മസാലയും ഈ സവാള എല്ലാം ഒന്ന് യോജിച്ച് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾക്ക് ഇടിയപ്പം റെഡിയായത് ഞാൻ കാസറോളിലേക്ക് മാറ്റാനേ. ഇന്നിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം ഒരു തട്ട് ഫുള്ള് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഇത് ഒന്ന് തണുത്തിട്ടാണ് ഞാൻ കാസറോളിലേക്ക് മാറ്റി കൊടുക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പം അടുത്ത തട്ടും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കും. പിന്നെ ഞാൻ ആദ്യം പിള്ളേർ വരണമെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു അപ്പം ഉണ്ടാക്കാമെന്ന് കരുതിയേ. പിന്നെ ഞാൻ വിചാരിച്ചു അപ്പമാണെങ്കിൽ നമ്മൾ ചൂടോടുകൂടി തന്നെ ഉണ്ടാക്കണ്ടേ, അവർ കഴിക്കാനിരിക്കുന്ന സമയത്ത്. അപ്പം നമ്മളെല്ലാവരും ഉള്ളപ്പം അപ്പം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ അല്ല. കാരണം ചൂടോടെ കഴിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അത് സെർവ് ചെയ്യാം. പക്ഷേ എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. നല്ല ചൂടോട് കൂടിയിട്ടൊക്കെ നമ്മളിത് കഴിച്ചാലല്ലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഞാൻ മാറ്റിയിട്ടാണ് എന്നാൽ ഇടിയപ്പാക്കാമെന്ന് എഴുതിയത്. പിന്നെ നമ്മളിതാ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ അവന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വീട്ടിൽ വരുമ്പം ഉണ്ടാക്കി കൊടുക്കുമ്പം എന്തായാലും അതിനൊരു പ്രത്യേക സ്വാദ് പിള്ളേർക്ക് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ അത് റെഡിയാവാനായിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുത്തേ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഈ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഈ മൂടി വെച്ചിട്ട് ഞാൻ മറ്റു പണികളും ഒക്കെ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിളച്ച വെള്ളം ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫാബിമോൾക്ക് പല്ലുവേദന ആയതുകൊണ്ട് ഞാൻ പിന്നെ അവളൊന്നിനും വിളിക്കാനൊന്നും പോയില്ല. പാവം റെസ്റ്റ് ചെയ്യട്ടെ എന്ന് കരുതി കേട്ടോ. പിന്നെ ഈ രാവിലെയല്ലേ ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം എന്താ ഞാനൊന്ന് മൂടി വെച്ചു. പിന്നെ ഞാൻ പ്രഷർ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതെന്തെന്ന് വെച്ചാൽ നിസാർക്കാക്ക് ചിക്കൻ കറി വലിയ പ്രിയമില്ല കേട്ടോ. നിസാർക്കാക്ക് മട്ടൻ കറിയോടാണ് പ്രിയം കൂടുതലേ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ചിക്കൻ കറിയോടാണോ മട്ടൻ കറിയോടാണോ ഇഷ്ടം കൂടുതൽ? അപ്പം ഞാൻ എന്താ കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മുടെ ഹോൾ മസാല ഇട്ട ശേഷം നമുക്ക് സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇതിന് മുൻപ് കാണിച്ചതുകൊണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് പറയുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ജോലി ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ടപ്പേത് ജോലികൾ ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുന്നത്. കാരണം പിള്ളേർ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമല്ലോ. അല്ലാതെ നമ്മൾ ആ സമയത്ത് എനിക്കിങ്ങനെ അടുക്കളയിൽ വന്നിരിക്കണതൊന്നും ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് മുൻപ് തന്നെ എൻ്റെ ജോലികളെല്ലാം ഒതുക്കി തീർക്കാനായിട്ട് നോക്കും. പിന്നെ ഇതിനിടയിൽ നിസറിക്കൊക്കെ ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ മസാലപ്പൊടികൾ ഇതിലേക്ക് ഒന്ന് കലക്കി എടുത്തിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. അതിനിപ്പോൾ മട്ടൻ കറി ആണെങ്കിലും ഈ രീതിക്ക് തന്നെയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. മസാല ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ട് നമ്മൾ ഡയറക്റ്റ് പൊടി ഇട്ട് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് മട്ടൺ കിട്ടിയതാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ പിള്ളേർ മട്ടൻ കറി അങ്ങനെ എടുക്കത്തില്ല കേട്ടോ. അതിൻ്റെ ചാറ് മാത്രം എടുത്താലായി. അല്ലാതെ അവർക്ക് തീരെ ഇഷ്ടമില്ല. അവർക്ക് ചിക്കനോട് തന്നെയാണ് ഇഷ്ടം കൂടുതൽ കേട്ടോ. അപ്പം മട്ടൻ കറി ഇവിടെ ഞാനും നിസാർക്കായി മോളും ഒക്കെ കഴിക്കത്തുള്ളൂ. മറ്റവർക്കൊക്കെ ചിക്കൻ കറിയോടാണ് പ്രിയമുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചിക്കൻ കറി ആക്കിയത് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ സുലു ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഇതൊരു 5 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുകയെ. അപ്പോഴേക്ക് സുൽത്താൻ്റെ കോൾ വന്നിട്ടുണ്ടായിരുന്നു നിസാർക്ക് അടുത്ത് ഇവിടെ നിന്ന് പുറപ്പെടാനായിട്ട്. അങ്ങനെ ഇന്നിപ്പോൾ വിളിക്കാനായിട്ട് പോണത് നിസാർക്കായും സൽമാനുമാണ്. സാധാരണ ഇപ്പോൾ പിള്ളേരൊക്കെ വരുന്ന സമയത്ത് ഞാനും നിസാർക്കായും ആയിരിക്കും കൂടുതൽ ഇവരെ വിളിക്കാനായിട്ടൊക്കെ പോണത്. പക്ഷെ ഇപ്രാവശ്യം ഈ വീട്ടിലെ പണികളും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പോകുന്നില്ല. അങ്ങനെ പിന്നെ ഇവർ രണ്ടുപേരും പോയി അവരെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അപ്പോഴേക്ക് തന്നെ ഇതേ കണ്ട ഈ ഒരു സമയമായപ്പോൾ തന്നെ റോഡിൽ വലിയ റഷും കാര്യങ്ങളും ഒന്നുമില്ല. ഇനി അങ്ങോട്ടായി കഴിഞ്ഞിരുന്നെങ്കിൽ നല്ല റഷായേനെ. പക്ഷെ പറഞ്ഞ കറക്റ്റ് ടൈമിന് തന്നെ അവരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ ലേറ്റായിരുന്നെങ്കിൽ വലിയ ബുദ്ധിമുട്ടായേനെ, അവർക്കും വലിയ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായേനെ കേട്ടോ.
അപ്പം ഈ ബസ് വരുന്നത് ഇവിടെ തമ്പാനൂരാണ്. അപ്പം നമ്മുടെ അവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, ഒരു 10-20 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇവർ ഇതാ ഇവിടെ എത്തിയപ്പോഴേക്കും എന്നെ സുൽത്താനും റിസ്വാനും അവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. യാത്രയൊക്കെ ഒരു മാസം മുന്നേ ബുക്ക് ചെയ്ത്. പക്ഷെ ഈ നിങ്ങൾ മുമ്പായിരുന്നില്ല പുഞ്ചിരി വന്നത്? ഈ ബസ് 9 മണിക്ക് എത്തേണ്ട ബസ്സാ, 8 മണിക്ക് എത്തി. നേരത്തെ എത്തിയ എന്നാ നീ താമസിച്ചത്? അപ്പനെ കൂടെ എത്തിയെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളെ ഇറങ്ങാൻ തയ്യാറായി. ലൊക്കേഷൻ ഓൾറെഡി അയച്ചു. അപ്പം ഇവര് പറഞ്ഞെന്താ വെച്ചാല് അവിടെ നിന്ന് ഇവര് ഇറങ്ങിയപ്പോഴേക്കും ബസ് ഫുള്ളായിരുന്നു. അതുപോലെ ബസ് വരാനും കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞു. അപ്പൊ ലേറ്റായിട്ട് ഇറങ്ങിയാലും ഇവിടെ കറക്റ്റ് ടൈമിന് തന്നെ ബസ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവര് ഇതുവരെയും ട്രെയിനിൽ, അതായത് ട്രിവാൻഡ്രം മുതൽ ബാംഗ്ലൂർ വരെ ട്രെയിനിൽ പോയിട്ടേ ഇല്ല കേട്ടോ. ട്രെയിനിൽ പോയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ, യാത്രയൊക്കെ എങ്ങനെയാണെന്നും കൂടി നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം കേട്ടോ. അപ്പം ഇവർ പോകാത്തത് കൊണ്ട് നമുക്ക് ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ യാത്ര എങ്ങനെയാണെന്നൊന്നും പറയാൻ അറിയത്തില്ല. അങ്ങനെ ഇപ്പോൾ ദേ ഇവരിപ്പോൾ നമ്മുടെ വീടെത്തിയിട്ടുണ്ടേ. അസ്സലാമു അലൈക്കും. Nana? Nana? Papa എപ്പോഴും ഇരിയൊക്കെ തിരിച്ചിട്ടായിരുന്നു. അന്തപ്പെട്ട് നോക്കുവാണ് ദദ്ദാൻ തന്നെയൊക്കെ എത്തിയല്ലോ. ഇതെന്തോന്നറിയോ, മറ്റേ ചായ മടിലുണ്ടല്ലോ ഇതുപോലത്തെ. ഫിൽറ്റർ കോഫി. ഇത് സനയ്ക്ക് ഒരു ചെറിയ ഓടി ചേരോ വയറ് പോലെ മടക്കൊടു മടക്കൊടു മട അന്നത്തെ വാപ്പാക്ക് പള്ളിയിലിട്ടുള്ളൂ. ഞാൻ അടുത്ത ആളുടെ പാക്കിങ് കണ്ടപ്പോ എന്തേ വാപ്പാക്ക് ഇത്ര സ്പെഷ്യൽ എന്ന് കരുതി. അവന്റെ പേര് നോക്ക്. ചൂട്ടിയാ ദദ്ദയുടെ നോക്ക്, ദദ്ദയുടെ ബോക്സ്. ഇത് ഫാമിലി വാങ്ങിക്കാൻ പറഞ്ഞ ബെഡ്ഷീറ്റ്. അയക്കാ ബെഡ്ഷീറ്റ്. സനക്ക് എന്തൊക്കെ എടുക്കുന്നു പെട്ടിന്ന്. ഗോൾഡ് ആണെന്ന് തോന്നുന്നു. പിന്നെ മുടിയില്ലാത്ത സനക്ക് ഇത് ഹിജാബ് പിന്നീണ സന. കയ്യിലാക്കിയ ഇതെങ്ങനെ തൊടു പിന്നെ ഉടുക്കും. ഉമ്മയുടെ കൂടെ മമ്മയുടെ കൂടെ സന വെള്ളയും കറുപ്പും മറ്റേ ഇടാണ്ട് ഇത് ഇട്ടാ നോക്കിയോ കേട്ടാ. മറ്റേ ഇടാണ്ട് ഇപ്പൊ ഇതിടാ നോക്കിയോ. ഇത് ഇടണം.
കാണുന്നുണ്ടോ? അടിപൊളി. ദേ നോക്കിയേ, സനക്ക് അടുത്ത ഡ്രസ്. ഹായ് ഹായ്. റിച്ചു കൊച്ചല്ല. എന്നാ സന എന്നാ അടിയില ഡിസൈൻ. താങ്ക് യു. ഉമ്മയുടെ കളർ ഇപ്പൊ മനസ്സിലായ ഉമ്മാക്കുള്ള ഞാൻ വാങ്ങിക്കാത്ത ഇവിടെ വന്നിട്ട് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാ. ഇപ്പൊ മനസ്സിലായടേ സുൽത്താനെ വാപ്പാക്കൊരു മുട്ടായി ഒന്ന് ഒതുക്കിയിട്ട് അതാണ് ഇവരേക്ക് മുട്ടായി കൊടുത്തപ്പോ വാപ്പാക്ക് എന്തായിരുന്നു. എന്റെ കൈ എനിക്ക് വയ്യ. എല്ലാവർക്കും ഉണ്ടല്ലോ ക്രിസ്മസ് അപ്പൂപ്പ. എനിക്ക് അവിടെ തന്നോടായിരുന്നോ? അവിടെ ഇട്ടോണ്ട് വന്നേനെ അല്ലേ. അപ്പൊ നിനക്കാ നിനക്കില്ലേ? എനിക്കുണ്ട്. വർക്ക് ചെയ്യുമ്പോ എവിടെ നോക്ക് ഏത് കൊച്ചു കമ്പനി നോക്ക്. ഗൂഗിൾ അണ്ണൻ നേരിട്ട് തന്നിട്ട്. ഞങ്ങള് ശരിക്കും ഗൂഗിളിന്റെ ഓഫീസിൽ പോയിട്ടുണ്ട്. അവൾ ഇടക്കിടക്ക് പപ്പാന്ന് വിളിക്കണ്ട്. മനസ്സിലായ സലു? നീ ഇവരൊക്കെ വന്നിരിക്കുന്നത് കൊണ്ടും നീ പപ്പ തെറ്റിദ്ധരിച്ചു കളയരുത്. ഹായ്, നല്ല രസമുണ്ട് സുലു. വാ, അടിപൊളി. ഇത് ഫാബിക്ക് വെക്കാം. അടിപൊളി. പാന്റ് വേണമെന്നുണ്ടോ? എന്നാലും എന്റെ പൊന്നുമോനെ ഇതിന് നീ 1000 രൂപ കൊടുത്താ. ഈ റിച്ച് വാങ്ങിച്ച ഡ്രസ്സിന് 1000 രൂപയാണെന്ന്. കോട്ടൺ ആണെന്ന്. നടന്നു നോക്കട്ടെ. ഇതാര് ഫോട്ടോ എടുക്കാൻ? ദദ്ദായാണ് ഇഷ്ടം, നന്നായണ? ആരെ പറയാൻ പറ്റത്തില്ലാന്ന്. വാവ്, നോക്കട്ടെ. എനിക്ക് വയ്യ. ഇത് വലുതായാലും ഇടാൻ തോന്നുന്നു അല്ലേ? വെച്ചു കൊണ്ടുവന്നത് ഇപ്പഴേ ഇടാൻ പറ്റത്തുള്ളൂ. ഇനി ആ ഡ്രസ്സ് മാറി അടുത്ത ഇടാം. ഓ, റെഡാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കേട്ടാ സുൽ. വെച്ചു കൊടുക്ക. അതാ ഡ്രസ്സിലാവും. ബാ ദദ്ദായെ കാണിച്ചു കൊടുക്ക. ദദ്ദായെ സനക്കുട്ടി. ആ ഹായ്, ഇത് ഇംഗ്ലീഷുകാരിയാണോ? സൂപ്പറാ. പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നു. ഞാൻ ഫ്രൈക്ക് എല്ലാം മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ എപ്പോഴും പറയില്ലേ, നല്ല ചൂടോടുകൂടി കഴിക്കണമെങ്കിൽ നമ്മൾ ആ സമയത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പിള്ളേരെ അവിടെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇത് ഫ്രൈക്ക് വെച്ചത്. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടെടുക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. അപ്പം നമ്മളുടെ മട്ടൻ കറിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 5 വിസിലിൽ തന്നെ ഇത് വെന്ത് കിട്ടും. പിന്നെ ഓരോരുത്തരുടെ കുക്കറിനെയും വാങ്ങിക്കുന്ന മട്ടനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിരളമായിട്ടേ ഇപ്പം നമുക്ക് അങ്ങനെ കിട്ടാറുള്ളൂ. അങ്ങനെ ഇപ്പം എന്താ എല്ലാവരും ഉണ്ട്. മാഷാല്ലാ, ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ. ഏറ്റവും കൂടുതൽ ഇതിലിപ്പം സന്തോഷം കാണിച്ചിരുന്നത് നമ്മുടെ സനക്കുട്ടിയാണ് കേട്ടോ. സനക്കുട്ടിക്ക് ഈ നന്നായും ദദ്ദായൊക്കെ കണ്ടപ്പം ഭയങ്കര സന്തോഷം. ഇന്നിപ്പോൾ ഇതാ നന്ന വാരി കൊടുക്കണം, അവൾ തന്നെ ഇങ്ങനെ ആക്ഷൻ കാണിച്ച് പറയും കേട്ടോ, നന്ന ദദ്ദാന്നൊക്കെ പറഞ്ഞിട്ട് വാരി കൊടുക്കാനായിട്ട്. അപ്പോൾ കൊച്ചാണെങ്കിലും കാര്യങ്ങളൊക്കെ അവൾക്ക് നല്ലതുപോലെ അറിയാം കേട്ടോ. ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാണേ. നമ്മുടെ സനക്കുട്ടിയും വരണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചതുകൊണ്ട് നമ്മൾ സനക്കുട്ടിയും കയ്യിലെടുത്തിട്ടുണ്ട്. അപ്പം ഫാബിക്ക് ഇന്നാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് കേട്ടോ. അപ്പം രാവിലെ തന്നെ അവിടെ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ആ ഹോസ്പിറ്റലിലുണ്ട്, ഡോക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പേപ്പറും കാര്യങ്ങളും എല്ലാം പുള്ളിക്കാരി എടുത്ത് വെച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം നമുക്കത് കാരണം പിന്നെ വലിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒഴിവാകും. കാരണം നമ്മളിപ്പം എന്നാലും അത്യാവശ്യം നേരത്തെ തന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ കാര്യമല്ലേ, അതാവുമ്പോഴേക്കും നമ്മൾ ആ സമയത്ത് പോയാൽ ശരിയാകത്തില്ലല്ലോ. പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നതും അവിടുത്തെ ഡോക്ടറാണ്. അപ്പം ഇതിനായിട്ട് നമ്മൾക്കായിട്ട് മെനക്കെട്ട് ഓരോ കാര്യത്തിനായിട്ട് നിൽക്കുന്നതല്ലേ. അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് ടിക്കറ്റ് എടുക്കാം, OP ടിക്കറ്റൊക്കെ എടുക്കാം എന്ന് പറഞ്ഞപ്പോഴേക്ക് പറഞ്ഞു വേണ്ട, അത് ഒത്തിരി താമസം വരും. അപ്പം ഇവിടെ ഒരുപാട് പേഷ്യൻസും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. അപ്പം അതുകൊണ്ട് ഡോക്ടർ എന്നെ എടുത്ത് വച്ചേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം പറഞ്ഞ് റോഡിലാണെങ്കിൽ അത്യാവശ്യം നല്ല റഷും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പം ഹോസ്പിറ്റലിലേക്ക് എത്തി. അപ്പോൾ ഇനിയിപ്പം ഞാൻ വണ്ടിയിരുന്ന് തന്നെ നമ്മുടെ ഡോക്ടറിനെ ഫോൺ ചെയ്തു. അപ്പോഴേക്ക് ഇതേ വന്ന ആളെത്തി കേട്ടോ. അപ്പം ഞങ്ങളെയും വിളിച്ചുകൊണ്ട് ഇതാ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരാളുള്ളത് കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് എവിടെയാണ് എന്നൊക്കെ തേടി പിടിച്ചൊക്കെ പോകണ്ടേ. അപ്പം മാഡം തന്നെ എല്ലായിടത്തും നമ്മുടെ കൂടെ വന്ന് ഓരോ കാര്യങ്ങളും ചെയ്തു തന്നു എന്നുള്ളതാണേ. എന്താ നോക്കട്ടെ ബേബി, സനക്കുട്ടി അമ്മയെ പിടിച്ചോണ്ട് പോയാ മമ്മ എക്സ്റേ എടുക്കാൻ പോയതാ. അമ്മ വരും. അപ്പോൾ ഇതിനിടയിൽ എക്സ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ശേഷം ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്നിട്ട് സർജറിയാണ് ചെയ്യുന്നത്. കാരണം ബോൺ കട്ട് ചെയ്തിട്ടാണ്, കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ബോൺ കട്ട് ചെയ്ത് തന്നെ എടുക്കേണ്ടതാണെന്ന് പറഞ്ഞു. അത് ഒരു പല്ലല്ല കേട്ടോ, 2 പല്ലുണ്ട്, മുകളിലും താഴെയുള്ളത്. അങ്ങനെ ഇപ്പം ഞാനും സലുവും മോളും കൂടി വെയിറ്റ് ചെയ്യാണ്. ഫാബി മോൾ ഓപ്പറേഷൻ തിയേറ്ററിനകത്താണ് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ഫാബി മോൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.